ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് മോട്ടിവേഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ മോട്ടിവേഷൻ എന്താണ്, മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്, അങ്ങനെ പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു ലീഡർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു. ഇനി ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലുകൾ, അതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേർട്ട് ലെവിൻ എന്നുള്ള ആളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 3 എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്നുള്ള 3 നമുക്ക് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആൻഡ് എന്താണ് ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഏകാധിപതി എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്, അല്ലേ? ഏകാധിപതി എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രദേശമോ ഒരു രാജ്യമോ ഒരു സ്ഥലമോ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരാളാണ് ഓട്ടോക്രാറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെയുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും അവിടുത്തെ ശിക്ഷാരീതികളും നിയമങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ ഒരാൾ തന്നെയാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അതാണ് ഒരു ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹിറ്റ്ലറെ പറയാം, മുസോളിനിയെ പറയാം, അല്ലേ? അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടല്ലോ ഓട്ടോക്രാറ്റ്സിന് എക്സാമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷനകത്ത് എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് നോക്കാം, അല്ലേ? അപ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത് ഒരു ലീഡറാണ് അല്ലെങ്കിൽ ഒരു മാനേജർ ആകാം, അല്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അയാളിലേക്ക് മാത്രം ചുരുക്കുന്നുണ്ട്, അല്ലേ? ദ ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് സെൻട്രലൈസ്ഡ് ടു ദ മാനേജർ ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ ദാറ്റ് എംപ്ലോയി ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ ദാറ്റ് എംപ്ലോയർ ഇറ്റ്സെൽഫ്, അല്ലേ? ആരാണോ അതിലൊരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത്, അയാൾ എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അയാളിലേക്ക് ചുരുക്കുന്നു. അല്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അയാളുടേതാണ്, അല്ലേ? ഒരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻ്റ് അല്ല അവിടെയുള്ളത്. എന്താ ഈ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും അഭിപ്രായങ്ങളും അവരുടെയൊക്കെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയാം, അല്ലേ? അതില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ ഒരാളാണ്, ആ ഓട്ടോക്രാറ്റിക് ലീഡറാണെന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെയോ അയാൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു ആരോട് ചോദിക്കാതെ, വിത്തൗട്ട് കൺസൾട്ടിങ് ഹിസ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഹർ ഫോളോവേഴ്സ് ഓർ സബോർഡിനേറ്റ്. ഒരു ലീഡറാകുമ്പോൾ അയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തുണ്ടാകും? സബോർഡിനേറ്റ്സ് ഉണ്ടാകും. അവരോടൊന്നും തീരുമാനിക്കാതെ, അവരോടൊന്നും ആശയവിനിമയം നടത്താതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇയാൾ എന്ത് ചെയ്യുന്നു? തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് പറയുന്നത്, അല്ലേ? അയാൾ വെറുതെ ഇങ്ങനെ ആരോടും അന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഓർഡറുകൾ കൊടുക്കുകയാണ്. ആർക്ക്? ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആരാ? ഒരു ഗ്രൂപ്പിൽ ലീഡർ അനുസരിച്ച് അല്ലെങ്കിൽ ലീഡറിൻ്റെ പാത പിന്തുടർന്ന് പോകുന്ന ആൾക്കാരാണ് ഓർഗനൈസേഷനകത്ത് ആര് എന്ന് പറയുന്നത്? ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാനേജേഴ്സിൻ്റെ കീഴിൽ കുറേ സൂപ്രണ്ട് എംപ്ലോയീസ് ഉണ്ടാകും. അവരാണ് അവരുടെ മാനേജറിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നു? സിംപ്ലി അക്സെപ്റ്റിംഗ് ദി ഓർഡേഴ്സ് ഗിവൺ ബൈ ദ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്, അല്ലേ? അവർ കൊടുക്കുന്ന തീരുമാനങ്ങളിൽ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നു? ഒബേ ചെയ്യുന്നു, അല്ലേ? ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഒബേ ചെയ്യുന്നു, അല്ലേ? അതനുസരിക്കുകയും ചെയ്യുന്നു. ആര്? നമ്മുടെ ഫോളോവേഴ്സ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഓട്ടോക്രാറ്റിക് ലീഡർ എന്ത് ചെയ്യുന്നു? അയാളുടെ മുഴുവൻ അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ, അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒബീഡിയൻസ്, അനുസരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആര് ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ ലീഡർ ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ദ ലീഡർ മേക്സ് യൂസ് ഓഫ് ഹിസ് അതോറിറ്റി ടു എൻഫോഴ്സ് ഡിസിപ്ലിൻ ആൻഡ് ഒബീഡിയൻസ് എമംഗ് ഫോളോവേഴ്സ്, അല്ലേ? അയാളുടെ കീഴിലുള്ള ആ തൊഴിലാളികൾ അല്ലെങ്കിൽ ഫോളോവേഴ്സിനോട്
അല്ലെങ്കിൽ ഫോളോവേഴ്സ് അനുസരണശീലം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവിടെ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ അധികാരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി എങ്ങനെയാണ് അവിടെ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത്? ഈ ഓട്ടോക്രാറ്റിക് ലീഡർ ഒന്നുകിൽ നല്ല ശീലങ്ങൾ പാലിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അച്ചടക്കം പാലിക്കുന്ന ആൾക്കാർക്ക്, എംപ്ലോയീസിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് റിവാർഡ് കൊടുക്കുന്നു, എന്തെങ്കിലും പണമേതരമായിട്ടുള്ള റിവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിലോ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ നടത്തി കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ പണിഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ രണ്ട് രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓട്ടോക്രാറ്റിക് ലീഡർ ഓർഗനൈസേഷനകത്ത് ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കുന്നത്, അല്ലേ? അപ്പോൾ വേറൊരു പ്രത്യേകത, ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ ആണ്. നമുക്കെല്ലാം അറിയാം, അല്ലേ? ഈ റേഡിയോ എല്ലാം കമ്മ്യൂണിക്കേഷൻ, റേഡിയോ, TV, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ അല്ലേ? കാരണം എന്താ, അവർ പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നുണ്ടോ റേഡിയോയിലൊക്കെ? ഇല്ല. അതേപോലെ നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുള്ള ഒരു ഓർഗനൈസേഷനിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ ആണ്. എങ്ങോട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ലീഡർ ടു ദി എവിടത്തേക്കാണ്? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ്, അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോളോവേഴ്സ് ആര് പറയുന്നത് കേൾക്കുന്നു, നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർ പറയുന്നത് കേൾക്കുന്നു, അല്ലേ? അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഈ ലീഡർ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ്, അല്ലേ? നിർദ്ദേശങ്ങളും ഉത്തരവുകളും മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്. അല്ലാതെ വേറെ ഒന്നും ഏതിൽ വരുന്നില്ല? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നില്ല. ദ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ മെയ്ഡ് അപ്പ് ബൈ ദി സുപ്പീരിയർ ഓർ ദി ലീഡർ ഈസ് സിംപ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി സബോർഡിനേറ്റ്സ്, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? എന്ത് കാര്യങ്ങളും, ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഓർഗനൈസേഷനിൽ ചെയ്യണമെങ്കിൽ പോലും നമ്മളെ സബോർഡിനേറ്റ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ലീഡറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ലീഡർഷിപ്പ് സ്റ്റൈലിൽ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? നമ്മുടെ ഈ ഓട്ടോക്രാറ്റിക് ലീഡർ തന്നെയാണ്. അതായത് ഓരോ എംപ്ലോയിൻ്റെയും പെർഫോമൻസിനെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ ഈ ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുണ്ട്. നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് വേറൊരു പേരും കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ പേരെന്ന് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് സ്റ്റൈൽ, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് സ്റ്റൈൽ, അല്ലെങ്കിൽ മോണോതെറ്റിക് സ്റ്റൈൽ. മോണോ എന്ന് വെച്ചാൽ ഒന്ന് എന്നല്ലേ അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരാളേ ഇല്ലല്ലോ, കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരാളല്ലേ. അതുകൊണ്ടാണ് ഈ പേര് ഇതിന് വന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പേര്? ഡിക്റ്റേറ്റർഷിപ്പ് സ്റ്റൈൽസ്, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് സ്റ്റൈൽസ്, അല്ലെങ്കിൽ മോണോതെറ്റിക് സ്റ്റൈൽസ് എന്നൊക്കെ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലിനെ വിളിക്കും? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ വേറൊരു പേരുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് നോക്കാൻ വേണ്ടി പോകുന്നത്? അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ സ്യൂട്ടബിലിറ്റിയുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാം? അഡ്വാൻറ്റേജസ് പറയാം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലേ? ഇനി അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വിക്ക് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെ? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ, അല്ലേ? അപ്പോൾ വളരെ വേഗത്തിൽ എന്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. കാരണം എന്താ? ദ ലീഡേഴ്സ് ഷുഡ് നോട്ട് ബി, അല്ലെങ്കിൽ നീഡ് നോട്ട് ബി വാണ്ട് ടു, അല്ലെങ്കിൽ കൺസിഡർ ദി അഡ്വൈസസ് ഓർ സജഷൻസ് ഫ്രം ദി ഫോളോവേഴ്സ്, അല്ലേ? ഫോളോവേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്ക് പറ്റും? നമ്മളെ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സിന് പറ്റും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജാണ് പറയുന്നത് എന്താണ്? ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ വെരി ഈസിലി, വെരി ക്വിക്ക്ലി. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് പറയുന്നത് ലീഡർ എൻഫോഴ്സ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എമംഗ് ഫോളോവേഴ്സ്. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, കടുത്ത അച്ചടക്കം അല്ലെങ്കിൽ ശരിയായ അച്ചടക്കം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സക്സസ് ആണ്, അല്ലേ? അപ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ ഉണ്ടെങ്കിൽ ഹി ക്യാൻ സിംപ്ലി ഇൻസ്ട്രക്റ്റ്, അല്ലെങ്കിൽ ഡെലിവർ കമാൻഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്
അല്ലെങ്കിൽ ലീഡർ ക്യാൻ ഈസിലി മേക്ക്, അല്ലെങ്കിൽ ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ ക്യാൻ ഈസിലി മേക്ക് ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ, അല്ലെ, ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്, അല്ലെ. അപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ വേറൊരു അഡ്വാൻറ്റേജാണ് പറയുന്നത്, നല്ല രീതിയിലുള്ള അച്ചടക്കം ഉണ്ടാവും, അല്ലേ. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് ടു മാനേജേഴ്സ്, അല്ലെ. മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ്, നല്ലൊരു പ്രചോദനമാണ്, അതുകൂടാതെ ഒരു റിവാർഡും കൂടിയാണ്. കാരണം എന്താ, ദ ഹോൾ പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദി ഷോൾഡേഴ്സ് ഓഫ് മാനേജേഴ്സ്, അല്ലെ. ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരവും ആരിൽ നിക്ഷിപ്തമാണ്, നമ്മുടെ മാനേജറിൽ നിക്ഷിപ്തമാണ്, അല്ലെ. അതുകൂടാതെ എന്തുണ്ട്, അതോറിറ്റി ഉണ്ട്, അല്ലേ, പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി ഉണ്ട് ആരുടെ കയ്യിൽ, മാനേജറുടെ കയ്യിൽ. അപ്പോൾ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻക്രീസ് എഫിഷ്യൻസി. എന്തുകൊണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു, കാരണം അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്, ക്വിക്ക് ഡിസിഷൻസ് ഉണ്ട്, അല്ലേ. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എല്ലാറ്റിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് മാനേജേഴ്സിനെയാണ്. അതുകൂടാതെ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ, അല്ലെ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൽ ക്ലോസ് ആയിട്ട് സൂപ്പർവിഷനും കൺട്രോളും ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ. അവർ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലെ ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി it is suitable when subordinates are inexperienced and they need direction from leaders. ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇന്നത്തെ മിക്കവാറും ഓർഗനൈസേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലേ. പക്ഷേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. അതെങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ആണ് അതെന്ന് പറയുന്നത്, ഏതൊരു ഓർഗനൈസേഷൻസിലാണോ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതായത് ഫ്രഷ് ബ്ലഡ്, അതായത് ജോലിയിൽ അധികം പ്രവൃത്തി പരിചയമില്ലാത്ത ആൾക്കാരും, അല്ലെങ്കിൽ വേറെന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും, കൂടുതൽ ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൂടുതൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത, സെൽഫ് ഡയറക്ഷൻ പറ്റാത്ത തരത്തിലുള്ള എംപ്ലോയീസിലെ ഓർഗനൈസേഷൻസിലാണ് എന്ത് സ്യൂട്ടബിൾ ആകുക, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് സ്യൂട്ടബിൾ ആകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത്രയൊക്കെയാണ് ഏതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഡിസഡ്വാൻറ്റേജിലേക്ക് പോകാം. ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നാണ് മോട്ടിവേഷൻ ഈസ് ലോ എമംഗ് സബോർഡിനേറ്റ്സ് എന്നുള്ളത്. മോട്ടിവേഷൻ ലോ എമംഗ് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്, മോട്ടിവേഷൻ ഈസ് ലോ എമംഗ് സബോർഡിനേറ്റ്സ്. എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ വളരെ കുറവാണെന്ന് പറയുന്നത്, അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലേ. എന്തുകൊണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം ഡയറക്ഷൻസും കൺട്രോളും ഒക്കെ ചെയ്യുന്നത് ആരെന്നെയാണ്, നമ്മുടെ മാനേജർ തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ടാവില്ല, അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവായിരിക്കുമെന്നാണ് ഏതിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നു, അല്ലേ. അവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുള്ള ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാരണം ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദി ഓർഗനൈസേഷൻസ് ആർ ഡിസൈഡഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി മാനേജേഴ്സ് ഓഫ് the autocratic leaders. So simply the followers need to accept and implement the instructions and orders given by the leaders or top level authority. So there is no scope for development for individuals in the organization, അല്ലേ. അവിടെ ഓർഗനൈസേഷനിലെ തീരുമാനങ്ങളും എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും എല്ലാം ഈ ഓട്ടോക്രാറ്റിക് ലീഡറാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ എംപ്ലോയീസിന് യാതൊരുവിധ കാര്യവും ചെയ്യാനില്ല. എവ്രിതിങ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഓട്ടോക്രാറ്റിക് ലീഡർ, അല്ലേ. എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരിലൂടെയാണ്, നമ്മുടെ ഈ ഓട്ടോക്രാറ്റിക് ലീഡറിലൂടെയാണ്. അപ്പോൾ ഈ എംപ്ലോയീസിന് യാതൊന്നും അവിടെ ചെയ്യാനായിട്ടില്ല. ഇനി നെക്സ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലുള്ളൂ. അത് എന്തിലേക്ക് നയിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു,
അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ആ സംശയങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായി തന്നെ നിൽക്കും. അപ്പോൾ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നു, ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് സബോർഡിനേറ്റ് അല്ലേ. നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് എംപ്ലോയീസിൻ്റെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഫ്രസ്ട്രേഷൻസിലേക്കും അവരെ നയിക്കുന്നത്. കാരണം എന്താ? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണം വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്. ഇനി ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കാരണം എന്താ? എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഓട്ടോക്രാറ്റിക് ലീഡർ. The employee doesn't have any authority or any occasion to act himself. He doesn't have any kind of authority and responsibility with his job അല്ലേ. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു അധികാരമോ ഉത്തരവാദിത്തമോ ഒരു എംപ്ലോയിക്കുമില്ല. എല്ലാ കാര്യങ്ങളും മാനേജർ അല്ലെങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് ലീഡർ പറയുന്നത് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ആവുമ്പോൾ എംപ്ലോയീസ് എന്തായി മാറുന്നു? ഫ്രസ്ട്രേറ്റഡ് ആയി മാറുന്നു. അതുമാത്രമല്ല അവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ കോൺഫ്ലിക്റ്റുകളും ഫ്രസ്ട്രേഷൻസും ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്നു. എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസി കുറഞ്ഞു പോകുന്നു ഓർഗനൈസേഷനകത്ത്. ഇനി ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇങ്ങനെയാണ്, ഡിസിഷൻ മേക്കിംഗ് സമയത്ത് എംപ്ലോയീസിൻ്റെ സജഷൻസ് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസിൻ്റെ ഇന്നോവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇന്നോവേറ്റീവ് പവർ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നില്ല? നമ്മുടെ എംപ്ലോയീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി സ്യൂട്ടബിലിറ്റി ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് നമുക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് വെൻ സബോർഡിനേറ്റ്സ് ആർ ഇൻകോമ്പീറ്റൻറ്റ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്. അതായത് ഏതൊരു ഓർഗനൈസേഷൻസിലാണോ ഫ്രഷ് ബ്ലഡ് അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രവൃത്തി പരിചയം കുറവും മത്സര ബുദ്ധി കുറവും ഉള്ളത്, അതായത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ്, അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ കൂടുതൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഏതൊരു ഓർഗനൈസേഷൻസിലാണോ ഉള്ളത് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ദ ലീഡർ പ്രിഫേഴ്സ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഏതൊരു ഓർഗനൈസേഷനാണോ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലും നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് വെൻ ദ ലീഡർ മേ ഹാവ് മോർ നോളേജ് റാദർ ദാൻ ദി എംപ്ലോയീസ്. അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനേക്കാൾ കൂടുതൽ അറിവും പ്രവർത്തന പരിചയവും മാനേജർക്കാണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഇനി ഏതൊരു ഓർഗനൈസേഷൻസിലാണോ ഭയവും പണിഷ്മെൻറ്റും, അതായത് ഭയവും ശിക്ഷാ നടപടികളും ഡിസിപ്ലിനറി ടെക്നിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലും നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് ഉപയോഗിക്കാവുന്നതാണ്. അതായത് റിവാർഡ്സിന് പുറമെ പണിഷ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആർ റിക്വയർഡ്, അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ഥിരതയും അല്ലെങ്കിൽ സത്യസന്ധതയൊക്കെ വേണമെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലും നമുക്ക് ഏത് ഉപയോഗിക്കാം? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉപയോഗിക്കാം. കാരണം എന്താ?
യൂണിഫോമിറ്റി, അതായത് ഒരേപോലെ ഏകത, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരതയൊക്കെ വരാൻ കാരണം എന്താ, അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ വേണ്ടി എംപ്ലോയീസിൻ്റെ സജഷൻസ് ഒന്നും ഇല്ല. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആര് തന്നെയാണ്? ദ മാനേജർ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ദ ഓട്ടോക്രാറ്റിക് ലീഡർ ഇറ്റ് സെൽഫാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ യൂണിഫോമിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഡെമോക്രസി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ജനാധിപത്യം എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് പറയുന്നത്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ സെൻട്രലൈസ്ഡ് ലീഡറായിരുന്നു അല്ലേ. പക്ഷേ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എത്തുമ്പോൾ അത് ഡിസെൻട്രലൈസ്ഡ് ലീഡർഷിപ്പായി അല്ലേ. അതെന്താ ഡിസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അധികാരം അല്ലെങ്കിൽ പവർ എന്ത് ചെയ്തിട്ടുണ്ട് ലീഡർ? അത് ഡിസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്, വിവിധ ആൾക്കാരിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഡെലിഗേറ്റ് അതോറിറ്റി, അധികാരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ആൾക്കാരിലേക്ക് വിഭജിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? എല്ലാ അധികാരവും പവേഴ്സും ഒന്നും മാനേജറിൽ തന്നെ നിക്ഷിപ്തമല്ല, അല്ലെങ്കിൽ ലീഡറിൽ തന്നെ നിക്ഷിപ്തമല്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, when the organization taking decision, there is a participative management, which means that the organization accepting and considering the suggestions and advices from the subordinates or the fellow followers. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഏതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഈ ഡിസിഷൻ മേക്കിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, when the organization taking decision, the organization make a consultation and participation with the subordinates. അല്ലേ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മറ്റുള്ള സബോർഡിനേറ്റ്സിൻ്റെയും അല്ലെങ്കിൽ അവിടെയുള്ള ഫെലോ ഫോളോവേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനാണോ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ അല്ലേ. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനെ എന്ത് വിളിക്കുന്നത്? പാർട്ടിസിപ്പേറ്റീവ് ഓർ കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേറെ രണ്ട് പേരുകളിലും ഏതറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് അറിയപ്പെടുന്നുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ നേരത്തെ ഒരു ഫ്രീഡവും ആർക്കുണ്ടായിരുന്നില്ല? എംപ്ലോയീസിന് ഉണ്ടായിരുന്നില്ല. ഏതിൽ? നമ്മുടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ. പക്ഷേ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഫുൾ ഫ്രീഡമാണ്. ആർക്ക്? സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് ഫുൾ ഫ്രീഡം, അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഫുൾ ഫ്രീഡമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. ഏതിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത് അല്ലേ. അതിനർത്ഥം എന്താ? there is a conversation between the followers and the group leader അല്ലേ. അതിനർത്ഥം the employees or the fellow followers or the subordinates have the right to convey his ideas and suggestions to the ഹയർ ലെവൽ ഓഫ് അതോറിറ്റീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? നല്ലൊരു കോപ്പറേഷനും നല്ലൊരു സെൽഫ് ഡയറക്ഷനും സെൽഫ് മോട്ടിവേഷനൊക്കെ ഏത് ഓർഗനൈസേഷനിലുണ്ട്? നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഏതെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും സ്യൂട്ടബിലിറ്റീസും നോക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, അവർക്ക് പ്രചോദനവുമാകുന്നുണ്ട്, ആത്മധൈര്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
കൂടാതെ ആക്സെപ്റ്റിംഗ് ദി ഇന്നോവേറ്റീവ് ഐഡിയാസ് ഫ്രം ദി സബോർഡിനേറ്റ്സ്, സെൽഫ് ഡയറക്ഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ, അതൊക്കെ ഫുൾ ഫ്രീഡം ഉണ്ട്. അതൊക്കെ കൊണ്ട് അവർക്ക് നല്ല പ്രചോദനവും ആത്മധൈര്യവും കൂടും. 2, ഇറ്റ് എൻകറേജ് കോപ്പറേറ്റീവ് സ്പിരിറ്റ്. എന്തുകൊണ്ട് സഹകരണ മനോഭാവം വളർത്തുമെന്നാണ് പറയുന്നത്. ഏത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് എന്ത് വളർത്തുമെന്ന് പറയുന്നു? അവിടെ കോപ്പറേറ്റീവ് സ്പിരിറ്റ് വർദ്ധിപ്പിക്കുന്നു. എന്താ കോപ്പറേറ്റീവ് സ്പിരിറ്റ് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? എംപ്ലോയീസിന് ഫുൾ ഫ്രീഡം ഉണ്ട്, സെൽഫ് ഡയറക്ഷനും സെൽഫ് കൺട്രോളും മതി, സജഷൻസും എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കോപ്പറേഷൻ ഉണ്ടാകുന്നു. ഇനി എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു. അതിനും കാരണം എന്താ? മുകളിൽ പറഞ്ഞ സെയിം കാരണം തന്നെയാണ്. അവരുടെ പ്രവർത്തനം മികവ് വർദ്ധിക്കുന്നു. 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ഇറ്റ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. മുകളിൽ പറഞ്ഞ എല്ലാ കാര്യമുള്ളത് കൊണ്ട് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയീസ് ടു എക്സ്പ്രസ് ദിയർ ഐഡിയാസ് അല്ലേ. അത് നമ്മൾ പറഞ്ഞു നേരത്തെ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്തുണ്ടായിരുന്നില്ല? അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു വേദി ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്തുണ്ട്? അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവസരം നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഡിസഡ്വാൻറ്റേജിലേക്ക് പോകാം അല്ലേ. ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആയിരിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ വൈകിയായിരിക്കും, സ്ലോയിലായിരിക്കും, മന്ദഗതിയിലായിരിക്കും. കാരണം എന്താ? ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ സജഷൻസ് സ്വീകരിക്കുന്നുണ്ട്, മാനേജേഴ്സിൻ്റെ സജഷൻ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് കുറച്ച് ടൈം ടേക്കിംഗ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആബ്സല്യൂട്ട് ഡിസിപ്ലിൻ. നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? അവിടെ റിവാർഡ്സോ പണിഷ്മെൻറ്റ്സോ ഒന്നുമില്ല ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ. അവിടെ ഫ്രീ ആണ്, ഫുൾ ഫ്രീഡം എംപ്ലോയീസിനുണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് മിസ്യൂസിങ് ഓഫ് പവേഴ്സ് അല്ലേ. അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി വെൻ എംപ്ലോയീസ് ആർ മോർ മെച്യൂർഡ്. നല്ല പ്രായോഗിക ബുദ്ധിയുള്ള, അതായത് ബുദ്ധി സ്ഥിരതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ? ഇൻമെച്യൂർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ അധികാരം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പവേഴ്സ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇറ്റ് മേ ലീഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എംപ്ലോയീസ്. ഇത് എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു? കാരണം എംപ്ലോയീസിന് അവരുടെ മാക്സിമം പെർഫോമൻസിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അത് അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ആരുപയോഗിക്കുന്നുണ്ട്? ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താ? എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് വണ്ണാണ് പറയുന്നത് no one individual may take the responsibility of implementing the decision അല്ലേ. അപ്പോൾ ഒരാളല്ല എന്ത് ചെയ്യുന്നത്? അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസിഷൻസ് നടപ്പിലാക്കുന്നത് അല്ലേ. അത് കൂട്ടുത്തരവാദിത്വത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് പറയാണ് സ്യൂട്ടബിലിറ്റി അല്ലേ. ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൻ്റെ സ്യൂട്ടബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ എംപ്ലോയീസ് കോമ്പീറ്റൻറ്റും എക്സ്പീരിയൻസ്ഡും ആകുന്നത്, അതായത് മത്സരബുദ്ധിയും നല്ല പ്രവൃത്തി പരിചയവും എപ്പോഴാണോ എംപ്ലോയീസിനുള്ളത്, അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഉപയോഗിക്കാം? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ലീഡർ എപ്പോഴാണോ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ നമുക്ക് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് യൂസ് ചെയ്യാം. എന്താ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്? അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസിൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവാർഡ്സ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ അല്ലേ. റിവാർഡ്സ്
അതായത് റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, മോണിറ്ററി നോൺ മോണിറ്ററി റിവാർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിവാർഡ്സും ഇൻവോൾവ്മെൻറ്റ് മീൻസ് പാർട്ടിസിപ്പേഷൻസും ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്, മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനും കൺട്രോൾ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉപയോഗിക്കാം. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് ദ ലീഡർ വിഷസ് ടു ഡെവലപ്പ് അനലിറ്റിക്കൽ ആൻഡ് സെൽഫ് കൺട്രോൾ എബിലിറ്റീസ് ഇൻ ഹിസ് സബോർഡിനേറ്റ്സ്. അല്ലെ, എവിടെയാണ് എംപ്ലോയീസിന് സെൽഫ് ഡയറക്ഷനും സെൽഫ് കൺട്രോളും വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലും 2 ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ.